ഇനി അടുത്ത് ചെയ്യാൻ എന്താണ് നിങ്ങൾ ആരോടും പറയരുത്, സംഭവം ഈ മൂന്നാർ വരുമ്പോ ഇടുക്കി ജില്ലയിൽ ആകെയുള്ള ഒരു ടോളാണ് 1 കിലോമീറ്റർ. ഞാനൊരു സീക്രട്ട്, നിങ്ങൾ സനുവിന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗീവ് അവേ ആണ്. ഇടുക്കി ജില്ലയിലുള്ള ആകെ ഉള്ള ഒരു ടോളാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ് മൂന്നാർ ദേവളം റോഡിലുള്ള ടോള്. ആ ടോൾ എങ്ങനെ വെട്ടിക്കാം എന്നുള്ളതാണ് ഈ ബ്ലോഗിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കമോൺ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മള് തേക്കടി ഭാഗത്ത് പൂപ്പാറ ഭാഗത്തു നിന്ന് വരുമ്പോ നമുക്ക് ലാക്കാട് കഴിയുമ്പോ ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ടോൾ പ്ലാസ വരുന്നത്. അതെ, ആ ടോൾ പ്ലാസ വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ നമ്മളിപ്പോ ഒഴിവാക്കുന്നത് നമ്മുടെ ഇത് ബ്ലോക്ക് ലിസ്റ്റിൽ കിടക്കുന്നതാണ് നമ്മള് ഒഴിവാക്കുന്നത്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കില്ല. ഫാസ്ടാഗ് സംതിങ് അപ്പൊ ഇരട്ടി പൈസ വരാൻ തോന്നുന്നു. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുക. വഴി ഇത്ര മോശമാണെങ്കിലും അധികം ഓടേണ്ട കാര്യമില്ല. രാത്രി കാലങ്ങളിൽ ഈ വഴി വരാതിരിക്കുക, ആനയുണ്ടാവും. അടയപ്പയുടെ വികാര കേന്ദ്രമാണ്. ഇതാണോ ഈ വഴി ഒരു 1 കിലോമീറ്റർ കറങ്ങി കഴിഞ്ഞാൽ ടോൾ കഴിഞ്ഞെത്താം. എന്തോ പറഞ്ഞു കേട്ടോ, പോകാൻ പറ്റില്ലെന്ന് എന്തോ പറഞ്ഞു. മൂഞ്ചിരിക്കുന്നു, നോക്കാം. ചിലപ്പോ അവിടെ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ പണി പാളി. അതെ, പോകാൻ പറ്റില്ലേ? ദേവികുളം പോകാൻ പറ്റില്ലേ? നിങ്ങളിപ്പോ അവിടെ നിന്നാണോ വരുന്നത്? ഫാക്ടറിയിലെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല, പോയി നോക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ തിരിക്കാന്നേ. ഇവിടുത്തെ ജോലിക്കാരുടെ ഭയങ്കര ദുർഘടം പിടിച്ച പണിയാണ്. കണ്ടാ, എൻജോയ് ചെയ്ത് ചെയ്യണേ. അട്ടയും കടിച്ച് ഷൂട്ട് അട്ട അടിക്കോ? അട്ട ഷൂട്ട കുഴപ്പമില്ല. ഇത് കുഴിയത് അത് നോക്കിയേ. എന്റെ നമ്മളെ പോണേ പയ്യ ചവിട്ടിട്ടാ ഞാൻ ഓടിച്ച ഡ്രൈവർ ആണല്ലേ? സ്വിഫ്റ്റും കൊണ്ട്. സ്വിഫ്റ്റാ പോകില്ല. കണ്ടോ ഗൈസ്, ഇതാണ് പ്രശ്നം, വലിയ വലിയ കുഴികളാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയാൻ വേറെ വഴി ഉണ്ടായിരുന്നു, ഞാൻ ഇതിലെ എടുത്തുന്നുള്ളൂ. നല്ല വഴി അപ്പുറം ഉണ്ടാവും. ആണല്ലേ? അത് ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടെ കയറണം. ഇത് മറ്റേ മെയിൻ ബസ് റൂട്ട്. അത് എനിക്ക് പെട്ടെന്ന് വഴി പിടുത്തം കിട്ടാത്ത വഴി പോലെ അതിപ്പോ കാണിച്ചു തരാം വഴി. ഇതിവിടെ ഒക്കെ പൊളിച്ചിട്ടില്ല. പൊളിച്ചതാണോ അതോ വെള്ളം കയറിയാണോ? അവിടെ പൊളിച്ചിട്ടുണ്ടോ? സൈഡിലേ മണ്ണൊക്കെ ഇടിഞ്ഞാക്കുന്നതെ. നമ്മള് വന്നപ്പോ മറ്റേ സാധനം കണ്ടില്ലല്ലോ, ഇടിഞ്ഞു വെക്കണ ഏരിയ. കഴിഞ്ഞിട്ടില്ല, ഒന്ന് വന്നുള്ളൂ. അവനുള്ളൂ. ഡാനിഷിന്റെ കോളേജിലെടുത്താ ഇത് കണ്ടോ, NH-ലേക്ക് കയറാൻ പോണോ? NH-ലേക്ക് വന്ന് കയറും കേട്ടോ. നല്ല കിടക്കാച്ചി മഴയാണ്. നമ്മൾ NH കയറി ലാൻഡ്സ്കേപ്പിങ്ങിന്
അങ്ങനെയല്ലേ പറയണ അതിന് ലാൻഡ്സ്ലൈഡ് സാധ്യതയുണ്ട്. ലാൻഡ്സ്ലൈഡ് കൂടുതൽ ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, മൈക്കിൽ കിട്ടുന്നില്ല. അമ്മ പറഞ്ഞതെന്ന് വെച്ചാ ഈ മഴയത്ത് മൂന്നാർ വഴിക്കൂടെ പോകാന്ന് വെച്ചാൽ വളരെ നല്ല കാര്യം. അത്ര റിസ്ക് ഉണ്ട്. അങ്ങനെ 50% റിസ്ക് ഉണ്ട് അതിന്റെ കൂടെ. ആനകളുടെ വിഹാര കേന്ദ്രം. ഇവനിപ്പോ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൂര്യനെല്ലി കൊളുക്കുമലയുടെ അടിവാരല്ലേ, അപ്പർ എന്ന സ്ഥലത്താണ്, അപ്പർ സൂര്യനെല്ലി. അപ്പൊ ഞങ്ങൾ സ്റ്റേ അടിച്ചത് അവിടെ ഉണ്ട്, അപ്പർ സൂര്യനെല്ല. ഇന്നലത്തെ രാത്രിത്തെ ഓഫ് റോഡ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഭയന്നു പോകും. അതെ, ആനയുടെ വികാര കേന്ദ്രമായ വഴിക്കൂടുകളാണ് ഞങ്ങൾ പോയത്, അറിയാമോ ഗൈസ്? ഞങ്ങൾ ഈ വഴി വേളാങ്കണിക്ക് പോയത്. സനി ഈ വഴി പോവാറ്. ഇവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബോഡിമേട് കൂടി തേനി കമ്പം. നട്ടുച്ച നേരത്ത് 12 മണിക്ക് ആന മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇനോവ ചവിട്ടി പൊളിച്ച് ഇതിവിടെ. എവിടെ? അപ്പുറത്തെ വളവില്. നീ അന്ന് കാണിച്ചെന്നില്ല ഞാൻ നിങ്ങളെയൊക്കെ? ഒരു പട്ടീനും കൂത്തി കൊന്നു. നട്ടുച്ച 12 മണിക്ക്. പടയപ്പണ? പടയപ്പല്ല, വേറെ ആന. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ഇനോവ മറച്ചിട്ടിന്ന് ലോറിയുടെ ചില്ലൊക്കെ, ടെമ്പോടെ ചില്ലൊക്കെ ഇവിടെ വീതി കൂട്ടിയതാ. മണ്ണിടിച്ച സ്ഥലം മഞ്ഞുള്ളൂ. നിങ്ങൾ ആരും ഭയപ്പെടരുത്. മഴ വേണോണ്ട് പുള്ളി കുട പിടിച്ചിരിക്കായിരിക്കും. അപ്പൊ നമ്മള് മൂന്നാറിലേക്കുള്ള വഴിയിലൂടെയാണ്. ഏകദേശം മൂന്നാറിൽ നിന്ന് എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ വീട്ടിലേക്ക്. 20. മൂന്നാറിൽ ഈ വളവിലായിരുന്നു കേട്ടോ. ഈ വളവിൽ നിന്ന് മേളീന്ന് വന്നു. മേളീന്ന് വന്നു. ഇവിടെ നിന്ന് മേളീന്ന് വന്നു കണ്ടോ. അവിടെ നിന്ന് ഒറ്റ വര വന്ന് ഇവിടെ ഈ ഇനോവ അടക്കണ്ടായിരുന്നു. ഇനോവ ഓടിക്കൊണ്ടിരിക്കണം, ഒറ്റ ചവിട്ട് അത് തല കുത്തി വീണു. ഈ വഴി ഇറങ്ങിപ്പോയി. ഒരു പട്ടി ഉണ്ടായിരുന്നു, അതിനും കുത്തി കൊന്നു. എന്നിട്ട് പുഴയിലേക്ക് പോയി. ഒരു വേദന. ഈ നോവിലുണ്ടായിരുന്ന ആൾക്കാർ ഗസ്റ്റ് ആയിരുന്നു, ചാടി ഇറങ്ങി ഈ സാധനം പോയോടുകൂടി. ഇത് ആന പേടിച്ചിട്ടാ ചെയ്യണേ. ആനക്ക് പേടിയാ ഈ വണ്ടിയും ഇതൊക്കെ കാണുമ്പോ. ഇത് മൊത്തം ആന പോണ പാസേജ് വഴിയാ. പട്ടീനെ കൊന്നു. പട്ടീനെയാണോ പശുവിനെയാണോ? ഇവിടെ സ്ലൈഡിങ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. വഴി ഇടിഞ്ഞതിന്റെ കൂടെ പോണേ. എത്തും പോണ്ടിച്ചേരി സെക്ഷനുള്ള നല്ല മഴയുണ്ട് പുറത്ത്. വ്യൂ ഒക്കെ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. കോടമഞ്ഞിൻ ഹോയ് 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 ഹോയ്. ഗൈസ്, ഇതാ നമ്മുടെ ഈ വ്യൂ പോയിന്റ് അല്ലേ. പണ്ട് ഈ വഴിയൊക്കെ സിംഗിൾ വണ്ടി പോകാനൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഈ പകുതി വഴി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ലൈൻ കണ്ട്, ഈ ലൈനിന്റെ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ ലൈൻ ആ രീതിയിലെ റോഡ് ഉണ്ടാവുള്ളൂ. അപ്പുറം ഇപ്പുറം പറഞ്ഞാൽ ഭയങ്കര എഡ്ജായിരുന്നു റോഡ് എന്ന് പറഞ്ഞാൽ. നമ്മള് പണ്ട് നേരത്തെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ഇടാം കേട്ടോ. അറ്റാച്ച് ചെയ്യാം. പണ്ടത്തെ കോലം, പണ്ടത്തെ ഈ ഏരിയ നമ്മൾ ഇപ്പൊ പോകുന്ന ഏരിയ ഫോട്ടോസ്. ഇവിടെ തന്നെയാ ബുള്ളറ്റ് ഓടിച്ചത്. ബുള്ളറ്റ് ഓടിച്ചത് അവിടെ ഇവിടെ ഓടിച്ചായിരുന്നു. ഇവിടെ അവിടെ നിന്ന് ഫോട്ടോ നേരോ ഇവിടെ നിർത്തി നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇതാണ് മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞ ഒരാള് മരിച്ച സ്ഥലമാണ് ഇതല്ലേ. അയ്യോ, ഇവിടെ ഒരു പാർക്കൊക്കെ അല്ലേ. ഇതാണ് മണിയമ്മ. ഇവിടെ ഈ റോഡ് മൊത്തം വട്ടം പോയേക്കാർന്നു. ഇതേണ്ടോ എന്റെ മോനെ എവിടെയാണ് അർജന്റ് ട്രക്ക് ലാൻഡ് സ്ലൈഡിന്റെ? ഇത് ഇങ്ങനെ കണ്ടറിയാൻ പറ്റില്ല. താഴോട്ട് ഇടിഞ്ഞിട്ടുണ്ട്, പുഴ വരെ എത്തിയിട്ടുണ്ട് താഴെ. അവിടെ ഇവിടെ എന്തോ ഇതുണ്ടല്ലേ, ഗാർഡന്റെ അവിടേക്കൊക്കെ എത്തി മണ്ണു. അതൊക്കെ പോയാ? ഗാർഡൻ പോയാ? നിർത്തലാക്കണോ? നിർത്തലാക്കിയേക്കണെന്നറിയില്ല. എവിടെ ഫ്ലവർ ഗാർഡൻ ഉണ്ട്? അടച്ചിട്ടേക്കാണോ? ബോട്ടാണിക് ഗാർഡൻ. ഇവിടെ അടച്ചിട്ടേക്കാം. ഇവിടെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇല്ല, അടച്ചിട്ടില്ല. ആർക്കാര് വരണ്ടാവില്ലായിരിക്കും. ഇതേ കുരിശേരിയുടെ ബാക്കിൽ ഇടിഞ്ഞു വീണ് നടക്കുന്നത്. ഇവിടത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മണ്ണാന്നേ, പിടുത്തമില്ലാത്ത മണ്ണാ. വെള്ളം കുടിച്ച സ്കൂളിലെ കോളേജൊക്കെ ഇടിഞ്ഞു ഇതാ കടന്നേ. കോളേജിലാണേ. ഇങ്ങനെ നമ്മള് ഈ വഴി പോയി ടൗൺ എത്തിട്ടോ. മൂന്നാറ് ഓൾഡ് മൂന്നാറാണ് ന്യൂ മൂന്നാറാണോ? ന്യൂ മൂന്നാർ എത്താമണു. സനുവിന് വണ്ടി നമ്മുടെ ഉണ്ടായിരുന്നപ്പോ മിക്കപ്പോഴും ചിന്നക്കനാലിലേക്കൊക്കെ ആയിരിക്കും ഓട്ടോ. ഈ വഴി പോയാൽ കണക്കില്ല. പണി നടക്കുമ്പോഴായിരുന്നില്ലേ? ഇടം കയറി പൈസമാരോടി ആ വഴി കയറാൻ കേറിയിട്ടുണ്ടല്ലോ.
എന്റെ പൊന്നോ, ആദ്യമായിട്ട് നിങ്ങളൊക്കെ വന്ന ആ വഴി വന്നെങ്കിൽ ബോധം കിട്ടുവോ? അമ്മാരി കേറ്റാ. ഞാനൊരു തവണ അവിടെ പോയപ്പോ ടൗണിൽ കയറണ്ടല്ലോ. കണ്ടോ ഇപ്പൊ നമ്മള് ബൈപ്പാസ് പിടിക്കണ്ട. പള്ളി പോണോ? അന്തോണീസ് പുണ്യാളുടെ. പോട്ടെ പോട്ടെ, മഴയല്ലേ. അപ്പൊ നമ്മള് വണ്ടി പള്ളിയുടെ മുറ്റത്തിലും. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പോകുന്നില്ല, നമ്മൾ ബൈപ്പാസ് പിടിച്ച് നേരെ ഓൾഡ് മൂന്നാറിലേക്ക് ചാടാണ്. കാരണം ഈ റോഡ് വന്ന് വളരെ ഉപകാരം. അല്ലെങ്കിൽ അപ്പുറത്തെ പാലത്തോട് വന്ന് എപ്പോ നോക്കിയാലും നല്ല റഷ് ആയിരുന്നു. ഇവിടെ KSRTC നിർത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പറവൂർ ബസ് വരെ കിടക്കുന്നു ഇവിടെ. അതുപോലെ മൂന്നാറ് തിരിച്ചോളം വണ്ടി. എറണാകുളം ആലുവ. ഒരു സെന്റ് അൽഫോൺസ് മൂന്നാർ ടു ദേവികുളം. അതെ, തേക്കടിക്കണോ? മഞ്ചേരി മഞ്ചേരി കുഞ്ഞേരി. അപ്പൊ നമ്മൾ അവതരിപ്പിച്ചൊരു ക്യാരക്ടറാണത്. അതെ, പുള്ളി മൂക്കടച്ച് വെച്ച് ഇങ്ങനെ സംസാരിച്ചതാ. ആ വ്യക്തി ചെയ്ത ക്യാരക്ടർ. ഞാനാണ് ഇറക്കത്തിൽ ന്യൂട്രല പോളൂ. അങ്ങനെ പോകുമ്പോ ദേണ്ടറ ഓപ്പോസിറ്റ് ഒരു ബസ് ഓൺ ദ സ്പോട്ടിൽ രണ്ടും കൂടി കൂട്ടി അടിച്ച് 250 പേര് വേറെ ബസ്സിൽ കയറിപ്പോയി. അല്ലേ, കഴിഞ്ഞ കാര്യത്തിൽ വരാൻ സംഭവിക്കാൻ പോണ കാര്യന്നു. നല്ല ഇറക്കം ഞാൻ നല്ല ഇറക്കമുള്ള ഷർട്ടായിരുന്നു. ഇറക്കത്തിൽ ഞാൻ സാധാരണ ന്യൂട്രല പോകാറുള്ളൂ. സൂപ്പർ കോമഡി വേറെ അതായത് നടന്ന കാര്യമില്ല, നടക്കാൻ പോണ കാര്യം വിളി പറയണേ. അതുപോലെ പിറ്റേ ദിവസം നടക്കാൻ പോണ കാര്യം. ഇട്ടിയുടെ കാര്യം പറഞ്ഞു. 1947 ഞാനൊരു ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ട് ഇട്ട് നോക്കിയപ്പോ ഭയങ്കര ഇറക്കത്തിൽ ഞാൻ സാധാരണ ന്യൂട്രൽ പോകാറുള്ളൂ. അങ്ങനെ ദേണ്ടറ പോകുമ്പോ ഓപ്പോസിറ്റ് ഒരു ബസ് ഒരു ലോറി കൂട്ടിയിടിച്ച് 250 പേര് ഓൺ ദ സ്പോട്ടില് വേറെ ബസ് പിടിച്ചു പോയി. ഇതൊക്കെ കാരണം അത് കഴിഞ്ഞിട്ട് വേറെ എന്തുണ്ട് അതിന്റെ ബാക്കി? ഈ ബിൽഡിങ്ങിലെ ഈ ബിൽഡിംഗ് മെയിൻ ആയിട്ട് എല്ലാ പ്രമുഖമായ സിനിമ നടന്മാര് ഷൂട്ടിംഗ്. പണ്ടത്തെ തിയേറ്റർ ആയിരുന്നു. സിൽവർ ടിപ്സ്. ഒരു ദിവസം ഞാൻ അങ്കമാലിന്ന് വരുമ്പോ ഈ കഥ ഞാൻ നിങ്ങളോട് എത്രാമത്തെ പ്രാവശ്യം പറയണമെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയല്ല, അതെ എന്റെ അപ്പന്റെ അനിയനാണ്ടത്. ഏത്? ഈ കൊട പിടിച്ചു പോണത്. കൊട പിടിച്ചു പോണല്ലേ ഇപ്പുറത്ത് പോണത്. ആ കൊച്ചിന്റെ ആയിരുന്നു കല്യാണം.